ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ. അതിനോടൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട. പക്ഷേ മമ്മൂക്കയും പിന്നെ മമ്മൂക്ക കമ്പനിയൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ടെർബോയിൽ, അതാണ് ഉള്ളത്. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകനിൽ വേറൊരു അറ്റംപ്റ്റാണ്, എങ്ങനെ ഒരു നാട്ടും പ്രദേശം അങ്ങനെ ഒരു അറ്റംപ്റ്റാണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്. പിന്നെ എന്തായാലും നമ്മുടെ ഏട്ടൻ ഫാൻസിന് എന്തായാലും എല്ലാവർക്കും ഒരു വിഷമമായിരിക്കും. കാര്യം പുള്ളി അറിയാലോ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം പുള്ളിയുടെ കൂടെ നടക്കുന്ന കുറേ പാഷാണത്തിൽ കൃമികളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിനൊക്കെ. അങ്ങനെ വൈശാഖ സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായി വരാൻ ടെർബോ ട്രെയിലർ വന്നിരിക്കണം. അപ്പോൾ സിനിമ ഈ മാസം 23 മെയ് 23 റിലീസാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രതീക്ഷ എന്താണെന്നും കാണുന്നതും ട്രെയിലർ എങ്ങനെ ഉണ്ടെന്നാലും പബ്ലിക്കിൻ്റെ പേരും ചോദിച്ചു നോക്കാം. കണ്ടിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ ഒരു മാസ് പടങ്ങൾ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഭീഷ്മപർവ്വം പോലും ലാസ്റ്റ് ഞാൻ നല്ല എൻജോയ് ചെയ്ത പടം പുള്ളിയുടെ അങ്ങനത്തെ ഒരു മാസിൽ ഞാൻ കണ്ടത് അതാണ്. അപ്പം ഇതും കണ്ടിട്ട് അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഈ നമ്മുടെ അദ്ദേഹത്തെ പോലെ രാജ്ബി ഷെട്ടിയല്ലേ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള നടന്മാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പെർഫോമൻസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ മേക്കിങ്ങും പിന്നെ ആ കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട് നല്ല രസമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും വെയിറ്റിംഗ് ആണ്. 20 തീയതി നമുക്ക് നോക്കാം. മമ്മൂക്ക എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ 80 വയസ്സായ ഒരു പുള്ളിയാണ് ഈ കാണിച്ച് വെച്ചേക്കുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എന്തായാലും ഒരു നല്ലൊരു ചിത്രമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ക മാസ് എല്ലാവർക്കും, അതായത് മമ്മൂക്ക ഫാൻസിനൊക്കെ വന്ന് അഴിഞ്ഞാടാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ വൈശാഖ് കാണിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും ഒരു നല്ല ചിത്രമാവാൻ സാധ്യതയുണ്ട്. സാധാരണയായി മമ്മൂട്ടിയുടെ സിനിമ ഒരു സ്വാഭാവികമായിട്ടൊരു മോഹൻലാൽ കമ്പാരിസൺ എന്തായാലും വരും. അപ്പോൾ ഇത് പുലിമുരുകനായിട്ട് ആൾക്കാർ പറഞ്ഞു, പുലിമുരുകൻ്റെ മോളിൽ പോകുന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു ഇപ്പോൾ മോഹൻലാലിൻ്റെ ആക്ഷൻ്റെ മോഡൽ ഇത് വരുമെന്നൊക്കെ? ചില സ്ഥലങ്ങളിലൊക്കെ തോന്നുന്നുണ്ട്. പല ഫൈറ്റ് സീൻസൊക്കെ കാണുമ്പോഴാണ് സാധാരണ നമ്മുടെ ഈ മലയാളത്തിൽ കത്തി എന്ന് പറയുന്ന സാഹചര്യം കുറച്ച് പണ്ട് തൊട്ടേ കുറവാണ്. നമുക്ക് ആകെ കാണുന്നത് തമിഴ് ചിത്രങ്ങളായ ചില പടങ്ങളിൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ കത്തി സീനുകൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും അന്യായ രീതിക്കുള്ള കുറേ കത്തി സീനുകൾ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കത്തിയാണെങ്കിൽ പോലും നമ്മുടെ മലയാളികൾക്ക് ദഹിക്കും. കാര്യം കുറേ ഈ തമിഴും ഹിന്ദിയും തെലുങ്കും ഒക്കെ കണ്ടിരിക്കുന്നവർക്ക് എന്തായാലും ഇതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും പുലിമുരുകന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാര്യം ആ രീതിക്കുള്ള മേക്കിങ്ങാണ് എന്തായാലും പടത്തിൻ്റെ ട്രെയിലറിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ഒരു പടുകൂറ്റൻ സാധനമാണ് വരാൻ വേണ്ടി ഇരിക്കുന്നത്. ഫസ്റ്റ് ഡേ കാണുന്നുണ്ടോ? അപ്പം എന്തായാലും ഫസ്റ്റ് ഡേ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും റിവ്യൂ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കാണുന്നുണ്ട്. ഒരു പടുകിളവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ എന്തായാലും നമ്മുടെ ഏട്ടൻ ഫാൻസിന് എന്തായാലും എല്ലാവർക്കും ഒരു വിഷമമായിരിക്കും. കാര്യം പുള്ളി അറിയാലോ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം പുള്ളിയുടെ കൂടെ നടക്കുന്ന കുറേ പാഷാണത്തിൽ കൃമികളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിനൊക്കെ. എന്തായാലും തിരിച്ചു വരാമെന്ന് വിശ്വസിക്കും. ടർബോ ഒരു മാസ ആക്ഷൻ പടമായിരിക്കും. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എയർപ്ലക്സിൽ തന്നെ, വ്യാഴാഴ്ച 9 മണിക്ക് രാവിലെ. വൈശാഖിൻ്റെ ഒരു മേക്കിംഗ് അടിപൊളിയായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ഇപ്പോൾ ഈ പ്രായത്തിലായാലും ഈ ഒരു ആക്ഷനൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വേറെ ലോജിക്കൊന്നും നമുക്ക് നോക്കാമില്ല. ഒരു എന്താ പറയുക, തമിഴ് തെലുങ്ക് പടങ്ങൾ കണ്ട പോലെ ആ ഒരു മൂഡിൽ കാണാൻ പറ്റിയൊരു പടമായിരിക്കും. ഹോപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോൾ അവസാനം ചെയ്ത പടങ്ങളൊക്കെ ഓരോരോ ടൈപ്പ് പടങ്ങളാണല്ലോ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ്, റോഷാക്കൊക്കെ നോക്കിയാലും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടൊരു മാസ് മസാല ആക്ഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് അച്ചായൻ റോളൊക്കെ മമ്മൂട്ടി നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ വൈശാഖിലും മമ്മൂട്ടിയിലുമാണ് എനിക്ക് പ്രതീക്ഷ. സാധാരണ ഈ മമ്മൂട്ടിയുടെ പടമാണ് ഒരു മോഹൻലാലിൻ്റെ കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അല്ല, അത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത്രയും വർഷം മലയാള സിനിമകൾ കാണുമ്പോഴും മനസ്സിലായി. ഇപ്പോൾ മോഹൻലാലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ്, മമ്മൂട്ടിയുടെ വേറെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ. അതിനോടൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട. പക്ഷേ മമ്മൂട്ടിയുടെ എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ ഇപ്പോൾ ഈ സമീപകാല സിനിമകളിലൊന്നും അത്രയും വലിയൊരു ആക്ഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ദേഹം ഇളവിയൊക്കെ അങ്ങനെ നല്ല റോപ്പിലൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ വൈശാഖ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് സ്ക്രീനിൽ കാണാൻ രസമായിരിക്കും. നമ്മളെപ്പോഴും ആലോചിക്കണമല്ലോ. ഇപ്പോൾ മമ്മൂട്ടി പണ്ടായാലും മമ്മൂട്ടി ആക്റ്റീവായിട്ട് നിന്ന സമയത്തായാലും മോഹൻലാൽ ചെയ്ത പോലെ ആക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്തിട്ടുണ്ട്, ഓക്കെ. ഇപ്പോൾ കിങ്ങിലായാലും വേറെ കുറേ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട് ആക്ഷൻ. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലുണ്ട്, മോഹൻലാലിന് വേറൊരു സ്റ്റൈലാണ്. ഒരിക്കലും മോഹൻലാലുമായിട്ട് നമുക്ക് അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ മമ്മൂട്ടിക്ക് കുറേ ബെനിഫിറ്റ് കാണും, മോഹൻലാലിന് കുറേ ബെനിഫിറ്റാണ്. അപ്പോൾ ആക്ഷൻ സീൻസ് അത് അങ്ങനെ ഒരു കമ്പാരിസൺ ആവശ്യമില്ല. പക്ഷേ വൈശാഖ് ആയതുകൊണ്ട് ആ ഒരു ആക്ഷൻ എക്സിക്യൂഷനൊക്കെ നല്ല രീതിയിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു രസമായിരിക്കും. ആ പടത്തിൻ്റെ ഒരു മൂഡ് അങ്ങനെയായിരുന്നു. വലിയ സ്ക്രീൻ പ്ലേ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു മാസ് മസാല ആക്ഷൻ ഐറ്റം ആയിരിക്കും. പക്ക ഒരു തെലുങ്ക് പടം പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ വർക്കൗട്ടാകാൻ സാധ്യതയുള്ളൊരു പടമായിട്ടും തോന്നുന്നുണ്ട്. പിന്നെ മിഥുൻ മാനുവലിൽ ഈയിടയ്ക്ക് ഇറങ്ങുന്ന എല്ലാം സ്ക്രിപ്റ്റായിട്ട് വരുന്നതും ഡയറക്ഷനായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓസിലർ എനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നിയിട്ടില്ല. തിരക്കഥ എന്നും
ഇപ്പോൾ ഒരു ഗരുഡനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ് മിഥുൻ മാനോൻ്റെ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ആപ്പാടെ കൊള്ളാമെന്ന് 5-ാം പാതിരയാണ് പുള്ളിക്കാരൻ ചെയ്തതിൽ. പിന്നെ മമ്മൂക്കയും പിന്നെ മമ്മൂക്ക കമ്പനിയൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ടെർബോയിൽ, അതാണ് ഉള്ളത്. പിന്നെ വൈശാഖിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും. അപ്പോൾ വൈശാഖ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ പുലിമുരുകനാണ്. അപ്പോൾ കമ്പാരിസൺ വരുന്നത് പുലിമുരുകൻ്റെ മോഡലാകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു ഒരു പക്ക ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒരു വേർഷനായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെ ആയിത്തീരും, തിരക്കഥ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ പടം വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട് ടെർബോ. അതെനിക്ക് 100% ഉറപ്പാണ് അത്. അല്ല, മിക്ക പടങ്ങളും മമ്മൂക്കേൻ്റെ ആണെങ്കിൽ ലാലേട്ടാണെങ്കിൽ ഫസ്റ്റ് ഷോ എന്നെ കാണാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും കാണും. പക്ഷേ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഞാൻ പോകണില്ല. 0 എക്സ്പെക്റ്റേഷനിൽ പോകുമ്പോൾ അത്യാവശ്യം ചിലപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു പടമാണ് ടെർബോ. ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആക്ച്വലി ഒരു മമ്മൂക്കയിൽ നിന്നൊരു മാസ് പടം ഇപ്പോൾ കഴിഞ്ഞ് ചെയ്തേക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റോഷാക്ക് വെറൈറ്റി ആയിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭ്രമായുഗം വെറൈറ്റി ആയിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്നൊരവസ്ഥയായി. അതായത് മമ്മൂക്ക സിനിമയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഏതൊരു പ്രേക്ഷകനും ഉണ്ട്. ഇപ്പോൾ ആ ഒരു ലെവലാണ്. ഇപ്പോൾ ടെർബോ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ക ആക്ഷൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ രാജ്ബി ഷെട്ടിയുടെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ എന്തായാലും അത് ഫസ്റ്റ് ദിവസം കാണാനിരിക്കുവാണ്. തോന്നുന്നു സീനിയർ ആർട്ടിസ്റ്റുകളിൽ നല്ല സെലക്ഷനാണ് പുള്ളി എടുക്കുന്ന സ്ക്രിപ്റ്റുകൾ. പിന്നെ പുള്ളി പുതിയ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടുണ്ടാവും. വൈശാഖായതുകൊണ്ട് പുലിമുരുകൻ വെച്ചൊരു കമ്പാരിസൺ വരുന്നുണ്ട്. മമ്മൂക്കയാണ് ലാലേട്ടൻ്റെ ആക്ഷനുമായിട്ടും ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരും പ്രതീക്ഷയുണ്ടോ പുലിമുരുകൻ മോളിൽ പോകും? 2 ജോണറാണ്. പിന്നെ മോളിൽ പോകില്ല നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകനിൽ വേറൊരു അറ്റംപ്റ്റാണ്, എങ്ങനെ ഒരു നാട്ടും പ്രദേശം അങ്ങനെ ഒരു അറ്റംപ്റ്റാണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്. പിന്നെ ഏത് കമ്പാരിറ്റീവ്ലി മോളിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. മോഹൻലാലും മമ്മൂട്ടിയും രണ്ടുപേരും വലിയ സ്റ്റാർസുമാണ്. എന്തായാലും ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.